ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 2-ാം തീയതി. നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമാണ് ഇവിടെ നമ്മൾ വായിക്കുക. യഹൂദരുടെ ഇടയിൽ സുപ്രധാനപ്പെട്ട 3 മിശിഹാ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി യോഹന്നാനിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി യഹൂദർ പുരോഹിതരെയും ലേവ്യരെയും അവൻ്റെ പക്കലേക്ക് അയക്കുന്നു. അതിനുള്ള വ്യക്തവും കൃത്യവുമായ മറുപടിയും തൻ്റെ ദൗത്യം എന്ത് എന്നുള്ള വെളിപ്പെടുത്തലുമാണ് ഇവിടെ നമ്മൾ വായിക്കുക. 3 പ്രധാനപ്പെട്ട മിശിഹാ സങ്കല്പങ്ങളിൽ ആദ്യത്തേത് നീ വരാനിരിക്കുന്ന മിശിഹ ആണോ എന്നുള്ള ചോദ്യമാണ്. മിശിഹായ്ക്ക് വേണ്ടി അന്നും ഇന്നും കാത്തിരിക്കുന്നവരാണ് യഹൂദർ. ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുന്ന, നീതി നടപ്പിലാക്കുന്ന ഒരു സൈന്യാധിപൻ്റെ രൂപമാണ് മിശിഹായ്ക്ക് അവർ കൽപ്പിച്ച് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മിശിഹ വേഷധാരികൾ അവരുടെ ഇടയിൽ ഉയർന്നു വന്നിരുന്നു. കലാപങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ ഒരവകാശവാദമാണോ എന്നതായിരുന്നു ചോദ്യം. യോഹന്നാൻ അത് നിഷേധിക്കുന്നു. മിശിഹ വരുന്നതിന് മുൻപ് തൻ്റെ വരവ് അറിയിക്കാൻ, അവനെ സ്വീകരിക്കാൻ, ലോകത്തെ ഒരുക്കാനും ഏലിയ വരും എന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2-ാമത്തെ ചോദ്യം, നീ ഏലിയ ആണോ? മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: കർത്താവിൻ്റെ മഹത്വവും ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഈ ഒരു വിശ്വാസമാണ് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക. എന്നാൽ അതിനും വ്യക്തമായ മറുപടി യോഹന്നാൻ നൽകുന്നു: ഞാൻ ഏലിയ അല്ല. 3-ാമത്തെ ചോദ്യം, പ്രതീക്ഷിച്ചിരുന്ന പ്രവാചകന്മാരിൽ ആരെങ്കിലും ആണോ നീ എന്ന്. യഹൂദർ ഉറച്ചു വിശ്വസിച്ചിരുന്നു മിശിഹായുടെ വരവിന് മുമ്പായി യെശയ്യായും ജെറമിയായും മടങ്ങി വരും എന്ന്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായം 15-ാം തിരുവചനത്തിലെ മോശയുടെ ഈ വാക്കുകൾ: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഇത് യഹൂദർക്ക് മറക്കാത്ത ഒരു വാഗ്ദാനമാണ്. അപ്രകാരമുള്ള പ്രവാചകന്മാരിൽ ആരെങ്കിലും ആണോ എന്നതാണ് യോഹന്നാൻ്റെ മുമ്പിലുള്ള ചോദ്യം. എന്നാൽ അവനത് നിഷേധിക്കുക മാത്രമല്ല, താൻ ആരാണ് എന്ന് വ്യക്തമായി യോഹന്നാൻ മറുപടി നൽകുന്നു. അതും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യെശയ്യായുടെ പ്രവചനം 40-ാമത്തെ അധ്യായം 3-ാം തിരുവചനം: ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴി ഒരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. 3 സുവിശേഷകരും ഉദ്ധരിച്ചിട്ടുള്ള വചനഭാഗം തൻ വെറും വഴികാട്ടി മാത്രമാണ്. രാജാവ് സന്ദർശനത്തിനായി വരുമ്പോൾ തടസ്സങ്ങൾ മാറ്റുന്ന, വഴിയൊരുക്കുന്ന ഒരു ദാസൻ മാത്രം. മനോഹരമാണ് യോഹന്നാൻ്റെ മറുപടി. തൻ്റെ ദൗത്യം എന്താണെന്ന് വ്യക്തമായും കൃത്യമായും ഏറ്റുപറയുന്ന യോഹന്നാൻ എല്ലാവരെയും ഈശോയിലേക്ക് നയിക്കുന്ന ഒരു സാക്ഷ്യം മാത്രമാണ് താൻ. ഈശോയ്ക്കായി തനിക്കുള്ളതും തനിക്കുള്ളവരെയും വിട്ടുകൊടുക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യേശുവിനായി എല്ലാം നീക്കിവെച്ചുള്ള ഒരു ജീവിത സാക്ഷ്യ പൂർത്തീകരണം. പ്രിയപ്പെട്ടവരെ, താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും വ്യക്തമായ കാഴ്ചപ്പാട് യോഹന്നാന് ഉണ്ടായിരുന്നു. ഇടിച്ചേറി പിടിച്ചു നിൽക്കാൻ ഏതറ്റം വരെ പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അദൃശ്യമായി നിന്ന് എളിമപ്പെട്ട് ദൈവത്തിന് സാക്ഷ്യം നൽകാൻ സാധിക്കുക ഏറ്റവും ശ്രേഷ്ഠമല്ലേ? യോഹന്നാൻ വീണ്ടും പറയുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അടിമ ചെയ്യുന്ന ഒരു കാര്യമാണത്. അത്രമാത്രം ഹൃദയലാളിത്യം. നോക്കി മാതൃക സ്വീകരിക്കുക. എളിമയിൽ, ലാളിത്യത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന ഒരനുഭവം. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. ഹൃദയലാളിത്യത്തിലാണ് കർത്താവ് കൂടുതൽ വെളിപ്പെടുക. ഈ വലിയ മാതൃക നമുക്ക് ശക്തിയായി തീരട്ടെ. നല്ല ദിനം ദൈവനാമത്തിൽ ആശംസിക്കുന്നു. ആമേൻ.